ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാഠഭാഗത്ത് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഡയറി കുറിപ്പാണ്. എന്താണ് ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കിയാലോ. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങി തന്നു. എന്തു രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തഞ്ചി നിൽക്കുന്നു. ഇതാണ് ഡയറി കുറിപ്പ് അല്ലേ? എന്താണ് ഈ ഡയറി കുറിപ്പിൽ പറയുന്നത്? ഒരു ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭക്ഷ്യമേളയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? അപ്പോൾ ആരുടെ ഡയറി കുറിപ്പാണിത്? സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. അപ്പൊ ഏതൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? പായസം, ലഡു, ഹൽവ, മിഠായികൾ, ഉപ്പിലിട്ടത്. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? അവയുടെ ഒരു പട്ടിക തയ്യാറാക്കൂ. അത് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾ എന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടോ അവയെക്കുറിച്ചൊരു പട്ടിക തയ്യാറാക്കുക. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നമുക്ക് നോക്കാം അല്ലേ? ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകള്, പഴങ്ങള്, കിഴങ്ങുകള്, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇനി നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ആദിമകാലത്തുള്ള മനുഷ്യരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തെല്ലാമാണ് ആ ചിത്രത്തിൽ എന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്? ഭക്ഷണം ശേഖരിച്ചിരുന്നു അല്ലേ? പിന്നെയോ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, മത്സ്യങ്ങളെ പിടിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാൻ കൂർത്ത ആയുധങ്ങൾ, അതായത് കല്ലും മരവും കൊണ്ടുള്ളവ ഉപയോഗിച്ചിരുന്നു. സംഘം ചേർന്നാണ് അവർ വേട്ടയാടിയിരുന്നത്. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക? എന്തെല്ലാണ്? കായ്ക്കനികള്, വേരുകളും കിഴങ്ങുകളും, മൃഗങ്ങളുടെ ഇറച്ചി, മത്സ്യം, തേന്, പക്ഷികളുടെ മുട്ടകള് ഒക്കെ എന്താണ് അവർക്ക് വേട്ടയാടലിലൂടെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി തീയും ഭക്ഷണവും വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക? ആണോ? ഇല്ല. ആദ്യകാലങ്ങളിൽ ആദിമ മനുഷ്യർ ഭക്ഷണം പാകം ചെയ്യാതെ പച്ചക്കാണ് കഴിച്ചിരുന്നത്. പിന്നീട് തീയുടെ ഉപയോഗം കണ്ടെത്തിയതിനു ശേഷമാണ് അവർ മൃഗങ്ങളുടെ ഇറച്ചിയും മറ്റും ചുട്ടു തിന്നാനും പാകം ചെയ്യാനും തുടങ്ങിയത്. തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും
കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? എന്തൊക്കെയാണ്? ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, പിന്നെന്തെല്ലായിരിക്കും? മൃഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ്. നിരന്തരമായ വേട്ടയാടൽ മൂലം മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞത് മറ്റു മാർഗങ്ങൾ തേടാൻ അവരെ പ്രേരിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. കടുത്ത വരൾച്ചയോ മഞ്ഞുകാലമോ പോലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം കാട്ടുകായ്കളും മറ്റും ലഭിക്കാതായത്. പുതിയ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം, അതായത് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ പഴയ രീതിയിലുള്ള ഭക്ഷണം ലഭിക്കാതെ വന്നത് പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ കാരണമായിട്ടുണ്ടാകാം. ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണാവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? സ്ഥിരതാമസം. ആഹാരം തേടിയുള്ള നാടോടി ജീവിതം അവസാനിപ്പിച്ച് മനുഷ്യർ ഒരിടത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. കൃഷിസ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ടി വന്നതാണ് ഇതിന് പ്രധാന കാരണം. ഭക്ഷ്യസുരക്ഷ. കൃഷിയിലൂടെയും മൃഗപരിപാലനത്തിലൂടെയും ആവശ്യമായ ഭക്ഷണം എളുപ്പത്തിലും കൃത്യമായും ലഭിക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളുടെ രൂപീകരണം. മനുഷ്യർ കൂട്ടമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതോടെ ക്രമേണ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. മൃഗങ്ങളുടെ ഉപയോഗം. കൃഷിക്കും യാത്രകൾക്കും ഭാരം ചുമക്കുന്നതിനും പുറമെ പാലിനും മാംസത്തിനും തോലിനും വേണ്ടി മൃഗങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പുതിയ തൊഴിലുകൾ രൂപപ്പെട്ടു. ഭക്ഷണത്തിനായി എപ്പോഴും അലഞ്ഞു തിരിയേണ്ടി വരാത്തതിനാൽ ഒഴിവു സമയങ്ങളിൽ മൺപാത്ര നിർമ്മാണം, ആയുധ നിർമ്മാണം തുടങ്ങിയ മറ്റു തൊഴിലുകളിലേക്ക് തിരിയാൻ അവർക്ക് സാധിച്ചു. ഭക്ഷണത്തിന് ശേഷം വലിച്ചെറിയുന്ന വിത്തുകൾ മണ്ണിൽ കിടന്ന് മുളച്ചുണ്ടാകുന്നത് നിരീക്ഷിച്ച് അവർ കൃഷി ചെയ്യാൻ പഠിച്ചു. കൃഷിക്കായി കാടുകൾ വെട്ടിത്തെളിച്ചും നിലം ഒരുക്കിയും അവർ വിത്തുകൾ വിതച്ചു. വളരുന്ന ചെടികൾക്ക് ആവശ്യമായ വെള്ളം നൽകി അവയെ പരിപാലിച്ചു. വന്യമൃഗങ്ങളിൽ നിന്നും മറ്റു പക്ഷികളിൽ നിന്നും നശിപ്പിക്കപ്പെടാതെ വിളകളെ അവർ കാവൽ നിന്ന് സംരക്ഷിച്ചു. പാകമായ വിളകൾ ശേഖരിക്കുകയും വിളവെടുപ്പ് ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം? എന്തെല്ലാണ്? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ കഴിഞ്ഞു. ഗ്രാമങ്ങൾ രൂപപ്പെടുകയും ജനങ്ങൾക്കിടയിൽ പരസ്പര സഹകരണം വർദ്ധിക്കുകയും ചെയ്തു. ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകും ചർച്ച ചെയ്യും. കുടിവെള്ളത്തിന്റെ ലഭ്യത. കുടിക്കുന്നതിനും മറ്റു നിത്യോപയോഗ ആവശ്യങ്ങൾക്കും മൃഗങ്ങളെ പോറ്റാനും ആവശ്യമായ ശുദ്ധജലം നദികളിൽ നിന്നും എളുപ്പത്തിൽ ലഭിച്ചു. ഫലഭൂയിഷ്ടമായ മണ്ണ്. നദീതടങ്ങളിലെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമായതിനാൽ അത് കൃഷിക്ക് വളരെ അനുയോജ്യമായിരുന്നു. ഇത് അവർക്ക് കൂടുതൽ വിളവ് നൽകി. ജലസേചനം എളുപ്പമാക്കി. കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം നദികളിൽ നിന്നും വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഭക്ഷ്യലഭ്യത വർദ്ധിച്ചു.
നദികളിൽ നിന്നും മത്സ്യങ്ങൾ പോലുള്ള ധാരാളം ആഹാര സാധനങ്ങൾ ലഭിച്ചിരുന്നു. കൂടാതെ നദിയിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ കണ്ടെത്താനും വേട്ടയാടാനും അവർക്ക് എളുപ്പമായിരുന്നു. ഗതാഗത സൗകര്യം. കാടുകളിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ചെങ്ങാടങ്ങളും വള്ളങ്ങളും ഉപയോഗിച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനും യാത്ര ചെയ്യാനും നദികളിലൂടെയുള്ള ജലഗതാഗതം അവരെ സഹായിച്ചു. മൃഗപരിപാലനം. അവർ ഇണക്കി വളർത്തിയ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ആഹാരത്തിനുള്ള പുല്ലും നദീതീരങ്ങളിൽ സുലഭമായിരുന്നു. ആ കളിമണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിനൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? ഇനി ആദ്യകാല കാർഷികോപകരണങ്ങൾ നോക്കൂ. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. ഇനി ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രങ്ങള്, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികള്, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകള്, മരത്തടികൾ തുരന്നുണ്ടാക്കിയ പാത്രങ്ങൾ, മുളംകുഴലുകൾ, പനയോല അല്ലെങ്കിൽ ഓല എന്നിവ ഉപയോഗിച്ച് നെയ്തെടുത്ത പാത്രങ്ങൾ. വെള്ളത്തിലിട്ടാൽ അഴിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ മറ്റ് ഏതെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിരുന്നിരിക്കാം? അവയെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയും. എന്തെല്ലാണ്? വെയിലത്തുണക്കല് അഥവാ ഉണക്കി സൂക്ഷിക്കല്, മത്സ്യം, ഇറച്ചി, കപ്പ അതായത് മരച്ചീനി, ചക്ക, പച്ചക്കറികൾ തുടങ്ങിയവ വെയിലത്തുണക്കി ഈർപ്പം കളഞ്ഞ് വളരെ കാലം സൂക്ഷിച്ചിരുന്നു. ഉപ്പിലിട്ട് സൂക്ഷിക്കല്, മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, മറ്റു പച്ചക്കറികൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപ്പിലിട്ട് സൂക്ഷിച്ചിരുന്നു. പുക കൊള്ളിക്കൽ, ഇറച്ചി, മത്സ്യം തുടങ്ങിയവ അടുക്കളയിലെ അടുപ്പിന് മുകളിൽ പുക കൊള്ളുന്ന രീതിയിൽ കെട്ടിത്തൂക്കി കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. മണ്ണിൽ കുഴിച്ചിടൽ, ചേന, കാച്ചില്, ചേമ്പ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ പെട്ടെന്ന് കേടാകാതിരിക്കാൻ മണ്ണിൽ കുഴിച്ചിട്ട് സൂക്ഷിച്ചിരുന്നു. തേനിൽ സൂക്ഷിക്കൽ, നെല്ലിക്ക പോലെയുള്ളവ കേടുകൂടാതിരിക്കാൻ തേനിലിട്ട് സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. മൺകലങ്ങളും കുട്ടകളും, ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കാൻ മൺകലങ്ങളും ചാണകമൊഴുകിയ വട്ടികളും കുട്ടകളും അതായത് മുള കൊണ്ടോ ഈറൽ കൊണ്ടോ ഉണ്ടാക്കിയത് ഉപയോഗിച്ചിരുന്നു. വായു കടക്കാത്ത രീതിയിൽ ചാണകവും മണ്ണും കുഴച്ച് വായുവട്ടം അടച്ചാണ് പലപ്പോഴും ഇവ സൂക്ഷിച്ചിരുന്നത്. അടുത്ത് നോക്കൂ, ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ പാത്രങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ആഹാരം പാകം ചെയ്യാനും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനൊക്കെ ആയിട്ട്? നോക്കാം. പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നവ: സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, മൺകലങ്ങൾ അതായത് മീൻ കറിക്കും മറ്റും, പ്രഷർ കുക്കർ, ഇരുമ്പ് ചീനച്ചട്ടി, ദോശക്കല്ല്, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി സംഭരിക്കാൻ അതായത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവ: സ്റ്റീൽ പാത്രങ്ങളും ഡപ്പികളും, ചില്ലുപാത്രങ്ങൾ, കുപ്പികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സെറാമിക് ഭരണികൾ, നമ്മൾ അച്ചാറും മറ്റൊക്കെ സൂക്ഷിക്കാൻ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ
പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്കമത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇനി കൈമാറ്റ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? ചർച്ച ചെയ്യൂ. എന്തെല്ലാം മാർഗങ്ങളാണ്? ഒന്ന്, ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ. മുളയും ഈറലും. മുളയും ഈറലും ഉപയോഗിച്ച് നെയ്തെടുത്ത കുട്ടകൾ, വട്ടികൾ, പായകൾ എന്നിവയിലായിരുന്നു പ്രധാനമായും സാധനങ്ങൾ ശേഖരിച്ചിരുന്നത്. ഓലക്കൊട്ടകൾ. തെങ്ങോല, പനയോല എന്നിവ കൊണ്ടുണ്ടാക്കിയ കൊട്ടകളും മൂടകളും ധാന്യങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്നു. മൺപാത്രങ്ങൾ. മൺകലങ്ങളും വലിയ ഭരണികളും സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു. തുണിഭാണ്ഡങ്ങൾ. സാധനങ്ങൾ പൊതിഞ്ഞു കെട്ടിവെക്കാൻ തുണികൾ ഭാണ്ഡം ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്ത് നോക്കൂ. വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ. ജലഗതാഗതം വഴി കൊണ്ടുപോകുമായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കാം. പുഴകളും കായലുകളും ധാരാളമുള്ള കേരളത്തിൽ അന്ന് ചരക്ക് നീക്കത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് വള്ളങ്ങൾ, കെട്ടുവള്ളങ്ങൾ, ചങ്ങാടങ്ങൾ എന്നിവയാണ്. അതുപോലെ തന്നെ തലച്ചുമട്. റോഡുകളോ വാഹനങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ആളുകൾ കാൽനടയായി തലച്ചുമടായാണ് ഭൂരിഭാഗം സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്. കാവുകൾ, അതായത് ഒരു നീളൻ വടിയുടെ രണ്ടറ്റത്തും ഭാരം തൂക്കി തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന രീതിയും നിലവിലുണ്ടായിരുന്നു. മൃഗങ്ങൾ ഉപയോഗിച്ചിട്ട് കാളവണ്ടികളിലും കാളകളുടെയോ കഴുതകളുടെയോ പുറത്ത് കെട്ടിവെച്ച് സാധനങ്ങൾ വിദൂര ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മാർഗം എന്ന് പറയുന്നത് ബാർട്ടർ സമ്പ്രദായമാണ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ എന്നൊരു സിസ്റ്റമാണത്. പണ്ട് കാലത്ത് നാണയങ്ങളുടെയും പണത്തിൻ്റെയും ഉപയോഗം വളരെ കുറവായിരുന്നതിനാൽ ഒരു സാധനം കൊടുത്ത് പകരം ആവശ്യമുള്ള മറ്റൊരു സാധനം വാങ്ങുന്ന രീതിയായിരുന്നു ബാർട്ടർ സിസ്റ്റം നിലനിന്നിരുന്നത്. ഉദാഹരണത്തിന് മലയോരങ്ങളിൽ നിന്ന് കുരുമുളകും ചുക്കും കൊടുത്ത് പകരം തീരപ്രദേശങ്ങളിൽ നിന്ന് ഉപ്പും മത്സ്യവും വാങ്ങിയിരുന്നു. അതുപോലെ നെല്ല് കൊടുത്ത് മറ്റ് നിത്യോപയോഗ സാധനങ്ങളും കൈമാറ്റം ചെയ്തിരുന്നു. ഇനി നോക്കൂ, നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഇവിടെ കുറച്ച് തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ എന്താണ്? സാധനങ്ങളുടെ കൈമാറ്റം. പിന്നീട് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ എന്തൊക്കെ ചേർക്കാം? കച്ചവടം, ചന്തകള്, കച്ചവട കേന്ദ്രങ്ങള്, നഗരങ്ങള്. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാം. സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്ത് കൊളാഷ് നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഒരു കൊളാഷ് നിർമ്മിക്കുക, ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായ
പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഇനി താഴെ നോക്കൂ. ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ തന്നിട്ടുണ്ടല്ലേ, എന്തൊക്കെയാണത്? കുരുമുളകിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാൻ ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. ഇനി അടുത്തത് കറുവപ്പട്ട. മരങ്ങളുടെ പുറംതൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കറുവപ്പട്ട. ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിന്റെ ജന്മദേശം. ജാതി. ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്ക. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു. ഗ്രാമ്പു. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പു. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഗ്രാമ്പുവിന്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതെല്ലാമെന്ന് അന്വേഷിച്ചു കണ്ടെത്തൂ. ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ? കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, മഞ്ഞള്, ഇഞ്ചി, വാനില, പുളി, സർവ്വസുഗന്ധി. കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ചിത്രങ്ങൾ നോക്കൂ. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് അല്ലേ? ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലേ? ഈ ഭക്ഷ്യവിഭവങ്ങളുടെ ഉദ്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അന്വേഷിക്കൂ. അപ്പോൾ നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തുക കേട്ടോ. ഇനി തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു പഴത്തിന്റെ. എന്താണ്? പേരയ്ക്ക. പേരയ്ക്കയുടെ തിരിച്ചറിയൽ കാർഡാണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്? ജന്മദേശം കൊടുത്തിട്ടുണ്ട് അല്ലേ, എവിടെയാണ്? മെക്സിക്കോ. പിന്നെ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. അതിൽ വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റ് ഭക്ഷ്യവിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കും. നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ചുവടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി പ്രദർശിപ്പിക്കുക കേട്ടോ. അപ്പോൾ എന്തെല്ലാം വിവരങ്ങളാണെന്ന് നോക്കാം. മരച്ചീനിയുടെ ജന്മദേശം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്ന കപ്പ. മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന് പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിന്റെ സ്മരണ നിലനിർത്താനായിരുന്നു. അടുത്തത് പപ്പായ. ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളും പപ്പായ കൃഷി ചെയ്തു വരുന്നു.
പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് എന്ത്? പപ്പായ. ഇരുമ്പ്, കാൽഷ്യം, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കൈതച്ചക്ക. ജന്മദേശം ബ്രസീലാണ്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അടുത്തത് കശുവണ്ടി. ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നോക്കൂ. ജന്മദേശം പെറു ആണ്. നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങുവിളയാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അടുത്ത പ്രവർത്തനം നോക്കൂ. കച്ചവടത്തിന്റെ വ്യാപനം വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് എങ്ങനെയാണ്? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുമല്ലോ. ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. മിശ്രഭോജനം 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ഈ വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട്. വിശന്നു കരയുന്ന കുട്ടികൾ. സിറിയയിൽ കൊടും പട്ടിണി. ഉക്രൈനിലെ യുദ്ധം. ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാകും. അതിരൂക്ഷമായ വരൾച്ച. സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെന്തെല്ലാം എഴുതാം? കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം രാജ്യങ്ങളിൽ പട്ടിണി വർദ്ധിക്കുന്നു. യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു അല്ലേ?
ഇനി ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനുദാഹരണമാണ്. അടുത്തത് നോക്കൂ, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം, അതായത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ ഭക്ഷ്യദിന റാലി സംഘടിപ്പിക്കൂ. അപ്പോൾ ഇതുപോലെ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ്, മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ, ഭക്ഷണം പാഴാക്കരുത്. ഒരു പ്ലക്കാർഡാണ്, അതുപോലെ ചിത്രം വരച്ചിട്ടുള്ള ഒരു പ്ലക്കാർഡുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്ലക്കാർഡുകൾ നിർമ്മിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൽ ഭക്ഷ്യദിനാവലി സംഘടിപ്പിക്കുക. ഇനി പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യൂ. എന്തെല്ലാം ചെയ്യാൻ കഴിയും? മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമുക്ക് അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാം. ആധുനിക മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ. മാറുന്ന ജീവിത സാഹചര്യങ്ങളും അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം.
തിരക്കേറിയ ജീവിതത്തിൽ എളുപ്പം ലഭിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളെയും ബേക്കറി പലഹാരങ്ങളെയും ആശ്രയിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പോഷകമൂല്യം തീരെയില്ലാത്തതും എന്നാൽ കൊഴുപ്പും കൃത്രിമ നിറങ്ങളും മധുരവും ഉപ്പും അമിതമായി അടങ്ങിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൂടുതലായി ഉപയോഗിക്കുന്നത്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഒഴിവാക്കുന്ന പ്രവണതയും ഏറി വരുന്നു. ഇത്തരം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളം തെറ്റിക്കുന്നു. ഇതിനു പുറമെ ശരിയായ വ്യായാമമില്ലായ്മയും കൂടിയാകുമ്പോൾ ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിയാൻ കാരണമാകുന്നു. അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവയെല്ലാം ഈ തെറ്റായ ജീവിതശൈലിയുടെയും ഭക്ഷണ രീതിയുടെയും ബാക്കി പത്രങ്ങളാണ്. മുമ്പ് വാർദ്ധക്യത്തിൽ മാത്രം കണ്ടിരുന്ന പല രോഗങ്ങളും ഇന്ന് കുട്ടികളിലും ചെറുപ്പക്കാരിലും വ്യാപകമായി കാണുന്നത് അത്യന്തകം ഗൗരവകരമായ കാര്യമാണ്. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്. കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, പോഷക സമൃദ്ധമായ ആഹാര രീതി, ദിവസേനയുള്ള വ്യായാമം എന്നിവയിലൂടെ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താനാകൂ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തോട് വിട പറയുകയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടത് ആരോഗ്യകരമായ ഒരു ഭാവിക്ക് അനിവാര്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന തിരിച്ചറിവോടെ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഇന്ന് തന്നെ നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക, ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.